ഹലോ എവരിവൺ, എൽപോട്ടക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടില് നമുക്ക് എപ്പോഴും അത്യാവശ്യമായി വരുന്ന ഒരു കാര്യമാണ് ഒരു സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ബോക്സ്. അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോക്സ് മാതിരി ഇതിൽ സ്വിച്ചും പ്ലഗ് ആയിട്ടാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്വിച്ച് ബോർഡ് വീട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലാണ്. 6 മൊഡ്യൂളിന്റെ ബോക്സ് ആണ് ഞാൻ ഇതിനു വേണ്ടി മേടിച്ചിട്ടുള്ളത്. 2 പ്ലഗും ഒരു സ്വിച്ച് ഞാൻ വെക്കാനുള്ളൂ. എന്നാൽ 2 സ്വിച്ച് വെക്കാനുള്ള സ്ഥലത്തിലുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഡമ്മി വെച്ചടയ്ക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുമാതിരി 6 ആംപിയറിന്റെ 2 സോക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് 1 സ്വിച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്വിച്ച് വരുന്ന സ്ഥലം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡമ്മി. പിന്നെ ഒരു വയറിന്റെ അപ്പുറത്തെ തലയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പിൻ ടോപ്പ് 6 ആംപിയറിന്റെ തന്നെയാണ്. പിന്നെ ഒരു 5 മീറ്ററോളം 3 കോർ വയർ, ഒരു 1 mm കനം ഉണ്ടായിരിക്കും. നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഒരു ലോഡിന് ഈ ഒരു കനമുള്ള വയർ മതിയായിരിക്കും. പിന്നെ കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ് വേണം. പിന്നെ അതിന്റെ വയർ ഉള്ളിൽ കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ടാഗ് അടിച്ചു വെക്കുന്നു. അതിന് വേണ്ടി കുറച്ച് ടാഗ്. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോണേ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് ബാക്കിൽ നമുക്ക് വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിലിങ്ങനെ വെക്കുക, വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങും. എനിക്കിപ്പോൾ 2 പ്ലഗിനും കൂടി ഒരു സ്വിച്ച് വേണ്ടത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഒരുമിച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതിൽ 2 സ്വിച്ച് വെക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അടുത്ത സോക്കറ്റ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തു. ഇനി നമ്മുടെ സ്വിച്ച് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പും ബോട്ടും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിംഗ് ആണ് നമ്മുടെ സ്വിച്ചിന്റെ അടിഭാഗം, അല്ലെങ്കിൽ ഓൺ ആകുമ്പോൾ നിൽക്കുന്ന പൊസിഷനിലായിരിക്കും ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുക. അപ്പോൾ അത് അടിയിലേക്കാണ് വരിക. അപ്പോൾ അത് നമ്മൾ നോക്കി കറക്റ്റായിട്ട് ഇട്ടു. ഇനി നമ്മുടെ ഈ ബ്ലാങ്ക് ഭാഗം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഡമ്മി ഇടാം. അപ്പോൾ ഫിക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് കണക്ഷൻ കൊടുക്കണം വയർ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ കാണാം. ഈ ടോപ്പിൽ കാണുന്നത് എർത്തായിരിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ റൈറ്റ് സൈഡ് എപ്പോഴും ഫേസും ലെഫ്റ്റ് സൈഡ് ന്യൂട്രലും ആയിരിക്കും. ഇതിന്റെ ബാക്കിൽ അതിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ഷൻ വയേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ടെസ്റ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എർത്തിന്റെ പിന്നെ ലൂസ് ചെയ്ത് എർത്ത് കണക്ട് ചെയ്തു. ഒരു എൻഡ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നില്ല, നമുക്ക് വയർ അതിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്യുന്നു. ഇപ്പുറത്തെ ഭാഗം നമ്മൾ സ്ക്രൂ ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ വയർ കണക്ട് ചെയ്യണം. ഇനി ഫേസ് ബാക്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നെന്നായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മുടെ ഫേസ്. ഇനി ഇപ്പുറത്തെ സ്വിച്ചിന്റെ ലീഡിലേക്ക് പോകാൻ ഒരു വയറും കൂടെ ഇടണം. ഓക്കെ, ഇവിടെ നിന്ന് ഇനി സ്വിച്ചിലേക്ക് ഒരു വയറും കൂടി കൊടുക്കണം. ഫേസ് ആയിരിക്കും എപ്പോഴും സ്വിച്ച് ബോർഡിൽ കട്ടാവേണ്ടത്. ന്യൂട്രലിൽ ഒരിക്കലും സ്വിച്ച് വെക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള ഈ 3 കോർ കേബിള് ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് കടത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് അതിനൊരു ഹോൾ ഇടാം. അപ്പോൾ ഓക്കെ, നമ്മൾ സ്വിച്ച് ബോർഡിന്റെ ഇതിലൊരു ഹോൾ ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ വയർ അതിന്റെ ഉള്ളിലേക്ക് കടത്താം. ഈ ഭാഗമാണ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്ത് റെഡി ആക്കിയിട്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തി ഇവിടെ അഴിഞ്ഞു പോരാൻ വേണ്ടി നമുക്കൊരു ടാഗ് അടിക്കണം. ആദ്യം തന്നെ നമ്മൾ ഇതിൽ വയർ ടൈ വെച്ച് ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കുക.
ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത മാതിരി മോള് ഈ വയർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡായിട്ട് ഇതിൽ എപ്പോഴും പച്ച, ബ്ലാക്ക്, റെഡ് അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ പച്ചയാണ് എപ്പോഴും എർത്ത് കൊടുക്കുക, ബ്ലാക്ക് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും, ചുവപ്പ് എപ്പോഴും ഫേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആദ്യം പച്ച തന്നെ എർത്തായിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സ്ക്രൂ, അത് നമ്മൾ ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ ന്യൂട്രും നമ്മൾ കണക്ഷൻ കൊടുത്തത് ടൈറ്റ് ചെയ്തിട്ടുണ്ടാകില്ലേ, അതിലേക്ക് ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, ബ്ലാക്ക് വയർ നമ്മൾ ന്യൂട്രലിൽ കണക്ട് ചെയ്തു. ഇനി റെഡ് നമ്മുടെ സ്വിച്ചിൻ്റെ മറ്റേ എൻഡിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് വയർ ചെയ്ത് കഴിഞ്ഞു സ്വിച്ച് ബോർഡ്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ച് സ്ക്രൂ ചെയ്ത് ഇതിനെ കറക്റ്റായിട്ട് അടയ്ക്കും. നമ്മളത് അടച്ചു. ഇനി ഇതിൻ്റെ ഒപ്പം ഇവരിങ്ങനെ അടച്ചു വയ്ക്കാൻ ക്ലിപ്പൊക്കെ തന്നിട്ടുണ്ട്, ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രൂ ഇടാണ് നമ്മൾ. ഒരു സ്ക്രൂ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് എപ്പോഴും ഇടുമ്പോൾ ഡയഗണലി സ്ക്രൂ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്ത സ്ക്രൂ ഇട്ടു. ടെസ്റ്റർ തന്നെയാണ് ഇതിന് ഇത്തിരി എളുപ്പം. മറ്റേ വലിയ സ്ക്രൂ ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങില്ല. ടെസ്റ്ററാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ 4ാമത്തെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിപ്പ് തരുന്നുണ്ട് അവർ, അത് ഇതിലിങ്ങനെ വെച്ച് പ്രസ് ചെയ്യുക. വളരെ ഈസിയാണത്, കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും. നമ്മൾ ക്ലിപ്പ് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്തെ തലയ്ക്ക് നമ്മുടെ ഈ 3 പിൻ ടോപ്പ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനിത് ഒരു സ്ക്രൂ ആണ് ബാക്കിൽ വരുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് അഴിക്കുക. വെച്ചു. ആദ്യം തന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ വയർ കടന്നു പോകാൻ ഇതിൻ്റെ ഒരു ഗാർഡ് ഉണ്ട്. ആ ഗാർഡ് ഇട്ടിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് പിന്നെ ഇടാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ബാക്കിൽ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ വയർ ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ അഴിഞ്ഞു പോകാത്ത മാതിരിയുള്ള ഒരു ലെങ്ത്തിന് സ്ക്രൂ ലൂസ് ചെയ്തു. ഇത് നമ്മുടെ വയർ സ്ട്രിപ്പ് ചെയ്തിട്ടില്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുക. സ്ട്രിപ്പറിനെ ഞങ്ങൾ മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അത് ഒന്ന് കറക്റ്റായി പിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് ഇതിലേക്ക് വയറ് കടത്തി വിട്ടു. കടക്കാൻ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്കിലത്തെ ഈ സാധനം അഴിക്കാം, അതാണ് ഒന്നുകൂടി എളുപ്പം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇടാം. അപ്പോൾ ഞാൻ എന്താ ഒരു സൈഡിലത്തെയാണ് വെടിയിച്ചത്, അപ്പുറത്തെ സൈഡും യൂസ് ചെയ്ത് അത് ഊരെടുത്തു. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ 3 പിൻ ടോപ്പിൽ വയർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മുകളിൽ കാണുന്നതായിരിക്കും എർത്ത്, ഇതാണ് നമ്മുടെ ഫേസ് കൊടുക്കേണ്ട പോയിന്റ്, ഇതാണ് നമ്മുടെ ന്യൂട്രൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എർത്ത് കണക്ട് ചെയ്യുന്നു. പച്ച വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ സ്ക്രൂ ലൂസ് ചെയ്തിട്ടില്ലേ, നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്യാതെ നമ്മുടെ എർത്ത് കണക്ട് ചെയ്തു. എപ്പോഴും അത് ഉള്ളിലേക്ക് കറക്റ്റായി മുഴുവൻ കയറണം, എന്നാൽ മാത്രമേ അതിൽ ഫിക്സ് ആയിരിക്കുള്ളൂ. ഇനി നമ്മുടെ ഫേസിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്യണം. ഈ സ്ക്രൂ കൂടെ വയ്ക്കാം, ചെറിയൊരു തടസ്സമുണ്ട്, അത് നമ്മൾ അഴിച്ചു. ഓക്കെ, എർത്ത് വയർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 പിൻ ടോപ്പിൻ്റെ ഉള്ളിലത്തെ വയറിങ് കഴിഞ്ഞു. ഇനി ഈ ക്ലിപ്പ് കറക്റ്റായി ഇതിൻ്റെ ഉള്ളിലേക്ക് എത്ര ലെങ്ത് വേണമെങ്കിൽ അത് വിട്ടിട്ട്
കറക്റ്റായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ബാക്കിൽ വെച്ചിട്ട് ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിലത്തെ കവർ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മുടെ ലാസ്റ്റത്തെ സ്ക്രൂ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പിൻ ടോപ്പും വയർ ചെയ്തു. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. അതിൽ നമ്മൾ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കി നോക്കി. അപ്പം നമ്മുടെ സ്വിച്ച് ഇപ്പോൾ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇതിൽ ഫേസ് വരുന്നുണ്ട്. ഫേസ് കറക്റ്റായിട്ട് കട്ടാവുന്നുണ്ട്. ഞാൻ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും വരിക. ലെഫ്റ്റ് സൈഡ് ന്യൂട്രലിൽ വെക്കുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്തത് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്വിച്ച് ബോർഡിലാണ്. ചിലപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിലാകെ നമ്മൾ പ്രസ് ചെയ്തതിന് പകരം നട്ട് ബോൾട്ട് ആണെന്ന് മാത്രം, അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിലും ഈസിയാണ്. ബാക്കൊക്കെ കറക്റ്റ് സെയിം, എല്ലാത്തിലും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഇത്തിരി കൂടി ഭംഗിയുള്ള പോലെ ഉള്ള മോഡലിൽ വരുന്നത് മാത്രം, അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ നമ്മുടെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്തു. നമ്മൾ 3 കോർ വയറാണ് യൂസ് ചെയ്തത്. എപ്പോഴും അത് യൂസ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. 2 വയർ ഇട്ടിട്ടായാലും നമ്മുടെ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യും. എർത്ത് എപ്പോഴും ഒരു മെയിൻ കാര്യം തന്നെയാണ്. ഈ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ എർത്തിൻ്റെ പിന്ന് അതുള്ളത് എപ്പോഴും നല്ലതാണ്, ഷോക്ക് അടിക്കാതിരിക്കാനും കാര്യങ്ങൾക്കും. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വിച്ച് ഫേസിൽ തന്നെ വെക്കണം. ന്യൂട്രലിൽ സ്വിച്ച് വെക്കരുത്. ന്യൂട്രലിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഫേസ് കട്ടാവില്ല. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫേസിൽ തന്നെ സ്വിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നൊരു ചെറിയൊരു കാര്യമുള്ളൂ. നമുക്ക് കുറേ വയറൊക്കെ ഇങ്ങനെ ഇട്ട് ആക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നീളത്തിന് നമുക്ക് എന്ത് കാര്യങ്ങൾക്കായാലും ഒരു സ്വിച്ച് ബോർഡ് എപ്പോഴും വീട്ടിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ പുതിയ വീഡിയോസ് കാണാനോ വേണ്ടി ഞങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.